Hi guys, welcome back to Parakeet. Guys, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് നമ്മുടെ കിളി മുട്ടയിട്ടോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ചേട്ടാ വിൽക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കിളികൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ബ്ലൂയി ആയാലും അതുപോലെ നമ്മുടെ റിയോ ആണെങ്കിലും രണ്ട് കൊണിയോസും ഇപ്പോൾ ഒരാൾ 5 മാസവും ഒരാൾ 3 മാസവും ആയിട്ടുള്ളൂ. അപ്പോൾ അവർ മുട്ടയിടാറൊന്നും ആയിട്ടില്ല. അപ്പോൾ കിളികളെ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേക്കബ് ഉണ്ടല്ലോ, ജേക്കബിന്റെ വീട്ടിൽ ഒരുപാട് ചിക്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കിളികളുടെ കുഞ്ഞുങ്ങള്. അപ്പോൾ അവന്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ സ്ഥലക്കുറവ് നല്ലപോലെ ഉണ്ട്. അപ്പോൾ അവൻ മാക്സിമം ചിക്സിനെയൊക്കെ അവൻ എപ്പോഴും കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ അവൻ്റെ ഉള്ള കിളികളെ റീറ്റെയിൻ ചെയ്തിട്ട് മാക്സിമം ചിക്സിനെ അവൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതും ഒരു ഹോം ബ്രീഡർ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള കിഡിലൻ ചിക്സ് ആണ് അവൻ്റെ ഉള്ളത്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാനാണ്, ഇവന് ഒരുപാട് ചിക്സ് ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഏറ്റവും വില കൂടിയ ഹാൻഡ് ഫീഡിങ് ഫോർമുലാസും നല്ല നല്ല ഫുഡും, അതായത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെയാണ് അവൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ആരും ദയവ് ഇത് ബാർഗെയിൻ ചെയ്ത് അവിടെ ചെല്ലരുത്. അവൻ പറയുന്ന പ്രൈസിൽ കുറഞ്ഞ് ആരും ചോദിക്കരുത്. കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് അവൻ അവിടെ ചെയ്യുന്നത്. പിന്നെ അവൻ താമസിക്കുന്ന അവന്റെ റെന്റഡ് ഹൗസിലുമാണ്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് നിങ്ങളുടെ ഇഷ്ടം വാങ്ങണം വേണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് പ്രൈസ് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. പക്ഷെ ആരും ബാർഗെയിൻ ചെയ്തുകൊണ്ട് ചെല്ലരുത്. അതെന്റെ റിക്വസ്റ്റ് ആണ്. ഞാൻ പോലും ഇന്നേ വരെ അവൻ്റെ അടുത്ത് 5 പൈസ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഫുൾ എമൗണ്ട്, അവൻ എത്ര രൂപയാണ് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് ഞാൻ കൊടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബാർഗെയിൻ ചെയ്യരുത്. പക്ഷെ ഞാൻ നിങ്ങളെ കുറച്ച് ചിക്സിനെ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അധികം കേരളത്തിൽ അങ്ങോട്ട് നമ്മൾ കാണാത്ത, അധികം അങ്ങോട്ട് ബ്രീഡ് ചെയ്ത് കാണാത്ത കുറച്ച് കിളികൾ വരെ അവൻ്റെ അവിടെ ഇപ്പൊ ബ്രീഡ് ആയിട്ടുണ്ട്. വളരെ റെയർ ആയിട്ടേ ഞാൻ വീഡിയോസ് കണ്ടിട്ടുള്ളൂ ഈ ചിക്സിനെയൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സെനഗൽ പാരറ്റിന്റെ മുട്ടകൾ അവിടെ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോ. അതുപോലെ തന്നെ നമ്മുടെ മോങ്കൊക്കെ നിങ്ങൾ പിന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പൊതുവെ കാണപ്പെടുന്നത് കൊണിയൂർ ബേർഡ്സും അതുപോലെ തന്നെ നമ്മുടെ കോക്കറ്റെയിൽസും ലവ് ബേർഡ്സും ആഫ്രിക്കൻ ലവ് ബേർഡ്സും ഇതൊക്കെ ബഡ്ജീസൊക്കെയാണ് പൊതുവെ കാണുന്നത്. പക്ഷെ ഇത് ഇവന്റെ ഒരുപാട് ചിക്സ് ഇപ്പൊ വന്നേക്കണതിൽ സെനഗൽ പാരറ്റിന്റെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതേ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി മുട്ടകൾ വിരിയാനുണ്ട്. അപ്പോ റേറ്റ് ഞാൻ പറയുന്നില്ല, അത് ഓരോ ബ്രീഡറിനനുസരിച്ച് അവരുടെ ക്വാളിറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറും. നിങ്ങൾ നേരിട്ട് ജേക്കബിനെ വിളിച്ചു ചോദിച്ചാൽ അവൻ റേറ്റ് പറഞ്ഞു തരും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കുറച്ച് റേറ്റ് കുറവായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളുണ്ട് അതായത് ബേർഡിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. അവർ കൊടുക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഹാൻഡ് ഫീഡിങ് ഫോർമുലാസ് ഫുഡൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ കിളികളെ എടുക്കുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട്. അതിന്റെ ക്വാളിറ്റി, അതുപോലെ അതിന്റെ വയറിന്റെ ഭാഗത്തുള്ള അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി മേടിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ജേക്കബിന്റെ അടുത്ത് ഞാൻ പേഴ്സണലി കിളികളൊക്കെ വാങ്ങിക്കണോണ്ട്, അനുപയുടെ അച്ഛനൊക്കെ വാങ്ങിക്കണോണ്ട് ഞങ്ങൾക്കറിയാം ഭയങ്കര ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ പ്രൈസ് അവൻ ഒന്നും കൂടുതലായിട്ടൊന്നും അല്ല വാങ്ങുന്നത്. വളരെ നല്ല ഒരു പ്രൈസിലാണ് മാക്സിമം തരാൻ ശ്രമിക്കുന്നത്. മറ്റുള്ള കേരളത്തിലുള്ള കുറെ നല്ല ക്വാളിറ്റി ബ്രീഡേഴ്സ്, ഞാൻ ഏതെങ്കിലും ഒരു ബ്രീഡറിന്റെ അല്ല, ക്വാളിറ്റി ഹോം ബ്രീഡേഴ്സിന്റെ അടുത്തുള്ള പ്രൈസുകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടാണ് ഇവനെപ്പോഴും വിൽക്കുന്നത്. വളരെ ലോ പ്രൈസ് തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പേഴ്സണലി എന്റെ കിളികളെയൊക്കെ ഞാൻ ജേക്കബിന്റെ അടുത്ത് തന്നെ വാങ്ങുന്നത്. എനിക്ക് വേണമെങ്കിൽ ചീപ്പായിട്ട് കിട്ടുന്നിടത്ത് മേടിച്ചാൽ പോരെ, അതിനേക്കാൾ കുറവ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി മേടിച്ചാൽ മതിയല്ല. എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ അറിയാം, പക്ഷെ അവിടെ ഒന്നും എനിക്ക് ക്വാളിറ്റി അത്ര സെറ്റപ്പായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവന്റെ അടുത്ത് മേടിക്കുക, അല്ലാതെ എന്റെ കൂട്ടുകാരനെ കണ്ട് മാത്രമൊന്നുമല്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജേക്കബിന്റെ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ നിന്ന് വിളിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ചിക്സിനെ കാണാം. അപ്പൊ ആദ്യം തന്നെയുള്ള ചിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈനാപ്പിൾ കൊണിയൂറിന്റെ ചിക്സ് ഉണ്ട്. നമ്മുടെ തൊമ്മൻ ഉണ്ടല്ലോ, ഫിഷിംഗ് ഫ്രിക്സിലെ സെവിന്റയിൽ ഇരിക്കുന്ന തൊമ്മന്റെ കയ്യിലുള്ള കിളിയുടെ അതേ ബ്രീഡിന്റെ ചിക്സ് ആണ് ഉള്ളത്. അതൊരു 4 to 5 ചിക്സ് വരെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴേക്കും ചിലപ്പോൾ ചിക്സിന്റെ എണ്ണം കുറഞ്ഞു തരാം. കാരണം അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ബുക്കിംഗ് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എണ്ണം കുറഞ്ഞു തരാം. എന്റെ കയ്യിൽ അയച്ചു തന്നപ്പോഴുള്ള എണ്ണമാണ് എനിക്ക് അറിയാവുന്ന. ഏകദേശം 4 to 5 ചിക്സ് അവന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ചീക്ക് കൊണിയൂർ എന്ന് പറഞ്ഞ ഏറ്റവും ബേസ് ലെവലിലെ കൊണിയൂർ എന്ന് പറയുന്നത്, ബേസ് കളേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ ചീക്ക് ഒക്കെയാണ്. അപ്പൊ ഗ്രീൻ ചീക്കിന്റെ കൊണിയൂറിന്റെ കുറച്ച് ചിക്സ് ഉണ്ട്. അതെന്തോ 3-4 അതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലൂയി ഉണ്ടല്ല, ബ്ലൂ ഗ്രീൻ ചീക്ക്
കൊണിയൂർ, ടർക്കോയ്സ് ഗ്രീൻ ചീക്ക് എന്നും കൂടി പറയാം, അതാണ് അതിന്റെ യഥാർത്ഥ പേര്. അപ്പോൾ നമ്മുടെ ബ്ലൂയിയുടെ ബ്ലഡ് ലൈനിൽ പെട്ട കിളികളുണ്ട്. സെയിം പാരന്റ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൂയിയുടെ അച്ഛനും അമ്മയുടെ അടുത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് അവൻ്റെ കയ്യിൽ 2-3 എണ്ണം അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോങ്ക് ഇപ്പൊ മുട്ട ഇട്ടിരിപ്പുണ്ട്. അത് വിരിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഞാൻ പ്രാർത്ഥിക്കുന്നു വിരിയാനായിട്ട്. അപ്പൊ എന്തായാലും മോങ്കിന്റെ മുട്ട അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിളിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ വിരിഞ്ഞിട്ടുണ്ടാവും, എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ചു നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഗ്രീൻ മോങ്കും ബ്ലൂവും കൂടിയുള്ള എന്തോ കോമ്പിനേഷൻ്റെ ആണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ജേക്കബിനെ വിളിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മോങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെനഗൽ പാരറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന തത്തകളാണെന്നുള്ളതാണ്. ഇപ്പൊ കൊണിയൂർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വേർഡൊക്കെ പിക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സെനഗൽ പാരറ്റും അതുപോലെ തന്നെ എന്താണ് മോങ്സ് ഒക്കെ നല്ലപോലെ സംസാരിക്കുന്ന ടോക്കിംഗ് ബേർഡ്സ് ആണ്. ട്രെയിൻ ചെയ്ത് നല്ല കിഡിലായിട്ട് സംസാരിക്കും. അതുപോലെ ലീഗലി വളർത്താൻ പറ്റിയ ബേർഡ്സിനെ മാത്രമേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് സംസാരിക്കുന്ന തത്തകളെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ജേക്കബിനെ ഈ പറഞ്ഞ സെനഗൽ പാരറ്റോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മോങ്കിന്റെ റേറ്റിനായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ കിളികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 14K മുകളിലേക്ക് റേറ്റ് വരുന്ന കിളികളൊക്കെയാണ് കേട്ടോ. എന്താണ് 10 അല്ല 12 അബോവ് ഒക്കെ വരും. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് അവർ. എന്താണ് നിസ്സാരക്കാരല്ല, ബ്രീഡ് ചെയ്ത് അങ്ങനെ കിട്ടാനും എളുപ്പമില്ലാത്ത ബേർഡ്സ് ആണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നിസ്സാര വില 1000 രൂപയുടെ കിളിയാണെന്ന് വിചാരിച്ച് വിളിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കറക്റ്റ് റേറ്റ് ഞാൻ പറയുന്നില്ല, കാരണം എപ്പോഴും കളർ അനുസരിച്ചും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ കൊടുക്കുന്ന ഫുഡ് എല്ലാം അനുസരിച്ച് മാറും റേറ്റുകളൊക്കെ. അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് റേറ്റ് പറയാത്ത എബൌട്ട് 12K എങ്ങനെയായാലും ആവും കേട്ടോ. ഒരു ചിക്കിന്റെ വില, ഹാൻഡ് ഫീഡിങ് ചിക്കിന്റെ വിലയാണ് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ വില, അല്ലാതെ പെയറും അല്ല വലുതിന്റെ ഒന്നുമല്ല. ഒരു കുഞ്ഞിന്റെ വിലയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്രയും റേറ്റ് വരും. അപ്പൊ പാരറ്റ്സിന്റെ വിലകൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ. ഇതൊക്കെ എക്സോട്ടിക് ബേർഡ്സ് ആണ്, വില കൂടുതലായിരിക്കും. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് പോയാൽ മതി. വെറുതെ കുറെ ഇങ്ങനെ വാട്സാപ്പ് അല്ലെങ്കിൽ കുറെ ചവർ മെസ്സേജൊക്കെ വരും. അതായത് 500 രൂപ തത്തേ കിട്ടുന്നത്, അതൊക്കെ വെറും തള്ള മാത്രമാണ്. ആ പൈസക്കൊന്നും ഒരിക്കലും കിട്ടില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോം വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി വായി തോന്നി അതും ഇതൊക്കെ കിട്ടും. ചിലവർ തട്ടിപ്പൊക്കെ ഉണ്ട്. ഡ്രാഗൺ കുഞ്ഞിനെ വിൽക്കാനുണ്ട്, എന്താണ് മറ്റേ മെക്കാവോടെ കുഞ്ഞിനെ 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കുറെ എന്താണ് ഫേക്ക് പരിപാടികളും മുന്നുണ്ട്. അപ്പൊ വിശ്വസ്തരായ നല്ല ഹോം ബ്രീഡേഴ്സിന്റെ അടുത്ത് നിന്ന് മാത്രം കിളികളെ വാങ്ങാൻ ശ്രമിക്കുക. കടകളിൽ നിന്നും കിളികളെ വാങ്ങരുതെന്നാണ് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം കടകളിൽ എല്ലാ കിളികളെയൊക്കെ ഒന്നിച്ച് കൂടെ ഇടുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഈ പിഗ്ജറ്റ്സിന്റെ ഒക്കെ കൂടെ ഇടുമ്പോഴേക്കും മൈറ്റ്സ് പ്രോബ്ലം അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. എന്റെ സ്വന്തം കോക്കറ്റെയിലിന് ഇതേപോലെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു കോക്കറ്റെയിൽ. ഹോം ബ്രീഡർ ആണെങ്കിൽ പോലും പുള്ളി കടയിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന കിളിയെ ഞാൻ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല പണി കിട്ടി. മിറ്റൂര് മൈറ്റ്സ് പ്രോബ്ലം വന്നു, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി കൊണ്ടുവന്നപ്പോഴേ ഉണ്ടായിരുന്നു എനിക്കും, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ലാഞ്ഞോണ്ട്. പക്ഷെ ജേക്കബ് പറഞ്ഞ് എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റി. പിന്നെ മൈറ്റ്സ് പ്രോബ്ലം വളരെ രൂക്ഷമായപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റി. അവസാനം ഞാൻ മാറ്റിയൊക്കെ എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, കുറെ മാസമൊക്കെ എടുത്ത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കടകളിൽ നിന്നും വാങ്ങണ്ട, പെറ്റ് ഷോപ്പുകളിൽ നിന്നും വാങ്ങണ്ടെന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കിളിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയൊക്കെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് കഴിവതും നല്ല ഹോം ബ്രീഡേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങാൻ നോക്കുക. അവരാകുമ്പോഴേക്കും ഒരിക്കലും കച്ചവട രീതിയിലല്ല, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതായത് കിളികൾക്ക് നല്ല ഫുഡുകൾ കൊടുക്കും, സമയാസമയത്ത് അവരെ നല്ലപോലെ നോക്കും, നല്ല കെയറും സ്നേഹവും ഒക്കെ കൊടുക്കും. എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേർഡ്സിനെ മാത്രമേ അവർ ട്രൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും ഹോം ബ്രീഡേഴ്സിന്റെ അടുത്ത് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ കിളിയുടെ ആയുസിനും ഹോം ബ്രീഡേഴ്സ് തന്നെയാണ് നല്ലത്. കാരണം ചെറുപ്പ കാലഘട്ടത്തിൽ നല്ല ഫുഡ് കൊടുത്തതിനനുസരിച്ചിരിക്കും അതിന്റെ ആയുസൊക്കെ. അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ എന്താണ് കഴിവതും നമ്മളിപ്പോൾ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാൻ നോക്കാം. അപ്പൊ അത് ഇപ്പൊ ജേക്കബിന്റെ അടുത്ത് തന്നെ വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നുന്ന കേരളത്തിലെമ്പാടുള്ള നല്ല ഹോം ബ്രീഡേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങുക കേട്ടോ. ഒരുപാട് നല്ല നല്ല ഹോം ബ്രീഡേഴ്സ് ഉണ്ട്, യൂട്യൂബ് ചാനലുള്ളവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നിന്ന് വാങ്ങാം. അത്രേ ഉള്ളൂ. ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ കുറെ കോണിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാം കൂടി അടുപ്പിച്ചടുപ്പിച്ച് കാണിച്ചു തരാം. മിക്കതൊക്കെ ഒരു 30 ദിവസം 20 ദിവസം മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് ഉള്ളത്. ഹാൻഡ് ഫീഡ് എടുക്കുന്നതുണ്ട്, ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കയറ്റാം, നിങ്ങൾ കണ്ടുപോക്കുക.
അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലിപ്സും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് ബയേഴ്സ് ആയിട്ടുള്ളവർ മാത്രം വിളിച്ചാൽ മതി. കാരണം ജേക്കബ് വേറെ ജോലിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ വെറുതെ ഫോൺ വിളിച്ച് സമയം മെനക്കെടുത്തരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാർഗെയിൻ ചെയ്തുകൊണ്ട് ആരും ഫോൺ വിളിക്കാൻ നിൽക്കേണ്ട. ബാർഗെയിനിന് മുതലേ വേണ്ട. ഞാൻ പോലും ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ഇത് ചെയ്യരുത്. ഫിക്സഡ് പ്രൈസ് ആയിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചു നോക്കുക ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ നിഖിൽ സൈനിങ് ഔട്ട് ഫ്രോം ദി ചാനൽ. ബൈ ബൈ. ഒരു ക്ഷമയും കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. കാരണം ഞാൻ കുറച്ച് വീഡിയോസ് ആക്ച്വലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത ടൈമിൽ എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് പോയി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അതിങ്ങനെ പോയി. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീഡിയോസ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ പെറ്റ്സ് ചാനലിൽ ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചയോളം ഡിലേ വന്ന വീഡിയോ ഇടാൻ. ഇനി കഴിവതും എല്ലാ ആഴ്ചയും അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പോയ കണ്ടന്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ലാപ്ടോപ്പിൽ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി 2 വീഡിയോസ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുണ്ടായിരുന്നു. 2 എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് വീഡിയോ ഇടാൻ.